നമ്മൾ ഈ ഡി കമ്പനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഡി കമ്പനി എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ കേരളത്തിൽ ടീ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ടീ കമ്പനി അല്ലെങ്കിൽ ടീ കുടുംബം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് തായ്ക്കണ്ടിയിൽ കുടുംബം. തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ ഒരംഗത്തിനെതിരായിട്ട് SFIO പോകുമെങ്കിൽ ആ SFIOയെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് KSIDC അവിടെ ചെന്നർത്ഥം. ഏതൊക്കെ വക്കീലിന് എപ്പോഴൊക്കെ പണം കൊടുത്തു എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം KSIDC എന്താ പറഞ്ഞെന്നറിയോ? KSIDC പറഞ്ഞു ഈ കേസ് കോടതിയിൽ പരിഗണനയിലിരിക്കുകയാണ്. അത് ശുദ്ധ അസംബന്ധമായിരുന്നു. അവിടെ അടിമ നടന്നോ അതിനെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾക്ക് അറിവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കേസിൽ കക്ഷി ചേരാൻ വന്നത് എന്നുള്ള ചോദ്യം CS വൈദ്യനാഥൻ എന്ന് പറയുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ 3 തവണ ഹൈക്കോടതിയിൽ ഹാജരായതിനാണ് 82,50,000 രൂപ സംസ്ഥാന ഖജനാവിന് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നടത്തിയിട്ടുള്ള കൊടിയ അഴിമതി പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കും. വൃത്തികേടും നെറികേടും നാണം കെട്ട പ്രവർത്തനവുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെല്ലാം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ട ഒരു പ്രതിപക്ഷം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആ പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം ഇവിടെ ചത്തു മലച്ചോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും രാഷ്ട്രീയ നിരീക്ഷകനും അഡ്വക്കേറ്റുമായ KM ഷാജഹാനാണ്. നമസ്കാരം സാർ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കേസായ മാസപ്പടി കേസിൽ അതിൻ്റെ അന്വേഷണം തടയാനുള്ള ഈ കേസിൽ നമ്മുടെ ഖജനാവിൽ നിന്നും പണം എടുത്താണ് ചെലവഴിക്കുന്നത് എന്നുള്ള ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിപ്പോഴത്തെ ഇപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ വിഷയം. ഇതിനു മുമ്പ് കുറേ വർഷങ്ങളായി നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ CPMൻ്റെ ക്രിമിനലുകൾ പലരെയും കൊലപ്പെടുത്തിയതിന് ശേഷം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കും. അത് നമ്മൾ പല കേസുകളുടെ കാര്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബത്തിലെ ഒരംഗത്തിനെ രക്ഷപ്പെടുത്താൻ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. നമ്മൾ ഈ ഡി കമ്പനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഡി കമ്പനി എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ കേരളത്തിൽ ടീ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ടീ കമ്പനി അല്ലെങ്കിൽ ടീ കുടുംബം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് തായ്ക്കണ്ടിയിൽ കുടുംബം അല്ലെങ്കിൽ തായ്ക്കണ്ടിയിൽ കുടുംബം അടങ്ങുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ആ വീണ വിജയനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കുന്ന സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എൻ്റെ സുഹൃത്തായിട്ടുള്ള പെരുവ സ്വദേശി ശ്രീമാൻ തോമസ് ആണ് ഈ വിഷയം വിവരാവകാശ പ്രകാരം പുറത്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. നമുക്കറിയാം 2023 6 മാസം ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധിന്യായം വന്നിരുന്നു, ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡി. ആ വിധിന്യായത്തിലാണ് 2017 മുതൽ 2020 വരെയുള്ള വർഷങ്ങളിൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് ഒരു സേവനവും ചെയ്തു കൊടുക്കാതെ കൊച്ചിയിലെ CMRL എന്ന് പറയുന്ന കരിമണൽ കർത്താവിൻ്റെ കമ്പനി 1,72,00,000 രൂപ മാസപ്പടി കൊടുത്തു എന്നുള്ള കേസ് എന്നുള്ള ആ വിധിയിലെ ഫൈൻഡിങ്സ് വന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആരോപണമല്ല. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ ഡോളർ കള്ളക്കടത്ത് അല്ലെങ്കിൽ ലൈഫ് മിഷൻ കോഴ കേസ് എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ആരോപണങ്ങളുടെ നിലയിലാണ് നിൽക്കുന്നതെന്ന് പറയാമെങ്കിൽ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലെ ഒരു ഫൈൻഡിങ് ആയിരുന്നു ഇവർ പണം വാങ്ങിയെന്നുള്ളത്. അതിനെ തുടർന്ന് ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നു. ഒരു ഘട്ടമെത്തിയപ്പോൾ PC ജോർജിൻ്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൻ്റെയൊക്കെ ഒരു തുടർ നടപടി എന്നുള്ള നിലയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന SFIO ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്തു. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് കമ്പനി ആക്ടിൻ്റെ സെക്ഷൻ 211, 212 മുതലായിട്ടുള്ള വകുപ്പുകൾ പ്രകാരം രൂപീകരിച്ചിട്ടുള്ള വലിയ തോതിലുള്ള അധികാരമുള്ള ഒരു സ്ഥാപനമാണ് ഈ SFIO അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അതായത് കോർപ്പറേറ്റ് ഫ്രോഡുകളെ കുറിച്ചിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. വലിയ കോർപ്പറേറ്റ്, ഇപ്പോൾ സത്യം കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ കോർപ്പറേറ്റ് ഫ്രോഡുകളെ കുറിച്ചിട്ട് അവർ അന്വേഷിച്ചിട്ടുണ്ട്. അവർ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നു.
അവരന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ ആ അന്വേഷണം എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ തായ്ക്കണ്ടിയിൽ കുടുംബം രംഗത്തിറങ്ങി. തായ്ക്കണ്ടിയിൽ കുടുംബം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും മകളും കിടങ്ങുന്ന കുടുംബം. അവർ രംഗത്തിറങ്ങിയിട്ട് ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി അവർ ശ്രമം ആരംഭിച്ചു. ആ ശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് വേണം ഈ KSIDC എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് നമ്മൾ കാണേണ്ടത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSIDC ഹൈക്കോടതിയെ സമീപിച്ചിട്ട് KSIDC ഹൈക്കോടതിയോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല, അവിടെ അഴിമ നടന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഈ കേസിൽ കക്ഷി ചേരാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അവിടെ ഒന്നും നടന്നതായിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് ഈ കേസിൽ കക്ഷി ചേരാൻ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ അവിടെ അഴിമ നടന്നോ അതിനെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കേസിൽ കക്ഷി ചേരാൻ വന്നത് എന്നുള്ള ചോദ്യം ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള ദേവൻ രാമേന്ദ്രൻ അവരോട് ചോദിക്കുകയും അവരാകപ്പാടെ പ്രതിരോധത്തിലാകുകയും ചെയ്തു. അപ്പോൾ അവിടെയാണ് നമ്മൾ കാണേണ്ടത്, എന്തിനാണ് KSIDC ഈ SFI അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിലേക്ക് പോയത്. SFI അന്വേഷണം ഒരു കോർപ്പറേറ്റ് ഫ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ കോർപ്പറേറ്റ് ഫ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തെ എതിർക്കേണ്ട കാര്യം KSIDCക്ക് എന്താണ്? KSIDCക്ക് അതിനകത്ത് കാര്യമൊന്നുമില്ല. ആ അന്വേഷണം നടന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും KSIDC ഹൈക്കോടതിയിൽ ചെന്നത് ഈ തായ്ക്കണ്ടിയിൽ കുടുംബത്തിൻ്റെ ഒരംഗത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടികളിലേക്ക് SFIO പോകുമെങ്കിൽ ആ SFIOയെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് KSIDC അവിടെ ചെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ KSIDC എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അവർ പോയത് എന്നർത്ഥം. KSIDCയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ KSIDCയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടീ കമ്പനി അല്ലെങ്കിൽ ടീ കുടുംബത്തിലെ ഒരംഗമായിട്ടുള്ള വീണ വിജയൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് KSIDC ഹൈക്കോടതിയിൽ ചെന്നത് എന്നർത്ഥം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് എന്താ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള MT തോമസ്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ആദ്യം വിവരാവകാശം ചോദിച്ചു KSIDCക്ക്. ഇതിൻ്റെ വിഷയങ്ങൾ എത്ര ലക്ഷം രൂപ മുടക്കി, ഏതൊക്കെ വക്കീലിന് എപ്പോഴൊക്കെ പണം കൊടുത്തു എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം KSIDC എന്താ പറഞ്ഞെന്നറിയോ? KSIDC പറഞ്ഞു ഈ കേസ് കോടതിയിൽ പരിഗണനയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് ശുദ്ധ അസംബന്ധമായിരുന്നു. അപ്പം അങ്ങനെ മറുപടി കിട്ടിയപ്പോഴത്തേക്ക് MT തോമസ് എന്താ പറഞ്ഞെന്നറിയോ? ഇറ്റ് ഈസ് മോസ്റ്റ് റിഡിക്കുലസ് ആൻഡ് പ്രിപ്പോസ്റ്ററസ്. അതായത് ഇങ്ങനെ വിവരം കൊടുക്കാതിരിക്കുന്ന ശുദ്ധ അസംബന്ധവും വൃത്തികേടുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു മറുപടി കൊടുത്തു. കാരണം കോടതിയിൽ കേസ് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ വിവരങ്ങൾ കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് അവർ ഇപ്പോൾ പിന്നെ ഈ വിവരം കൊടുത്തിരിക്കുന്നത്. ഈ വിവരം എന്താണ്? ഞെട്ടിക്കുന്നതാണ് ഈ വിവരം. അതായത് CS വൈദ്യനാഥൻ എന്ന് പറയുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ 3 തവണ ഹൈക്കോടതിയിൽ ഹാജരായതിനാണ് 82,50,000 രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. 3 തവണ. അതിൽ 2 തവണയെങ്കിലും അയാൾ ഓൺലൈനിലാണ് അപ്പിയർ ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും CS വൈദ്യനാഥൻ എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം കോടതി വക്കീല് 3 തവണ ഈ ടീ കുടുംബം അല്ലെങ്കിൽ ടീ കമ്പനിയിൽ അംഗമായിട്ടുള്ള വീണ വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായതിന് സംസ്ഥാന ഖജനാവിൽ നിന്ന്, എൻ്റെയും നിങ്ങളുടെയും അടങ്ങുന്ന നികുതിപ്പണം ഉൾപ്പെടുന്ന സംസ്ഥാന ഖജനാവിൽ നിന്ന് ഈ ടീ കമ്പനിയുടെ അല്ലെങ്കിൽ ടീ കുടുംബത്തിൻ്റെ തലവനായിട്ടുള്ള, ഈ കൊള്ളത്തലവന്മാരെ പറ്റിയൊക്കെ നമ്മൾ പറയും എന്ന് പറഞ്ഞാൽ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബം നടത്തിയിട്ടുള്ള അഴിമതി പുറത്തു വരാതിരിക്കാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നടത്തിയിട്ടുള്ള കൊടിയ അഴിമതി പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് പണം എടുത്ത് ചെലവഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആരാണ് അഴിമതി നടത്തിയത്? മുഖ്യമന്ത്രിയുടെ മകൾ. അഴിമതി മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യേണ്ടത് അവരുടെ തറവാട്ടിൽ നിന്നുള്ള, അതായത് ഈ തായ്ക്കണ്ടി തറവാട്ടിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ടാണ് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത്. അതിന് പകരം സ്വന്തം മകൾ നടത്തിയ അഴിമതി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെയും നിങ്ങളുടെയും നികുതിപ്പണം എടുത്ത് ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന ഏറ്റവും വലിയ വൃത്തികേടും നെറികേടും നാണം കെട്ട പ്രവർത്തനവുമാണ്
കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെയെല്ലാം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ട ഒരു പ്രതിപക്ഷം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഗതികെട്ട അവസ്ഥ. ഇതുപോലെ ഖജനാവിൽ നിന്ന് പണമെടുത്ത്, തറവാട്ടിലെ പണം പോലെ ഖജനാവിൽ നിന്നുള്ള പണമെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ട ഇവിടുത്തെ പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനം ചത്തുപോയോ? ആ പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ചത്തു മലച്ചോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞത് ഇല്ലാതായി പോയതുകൊണ്ട്, പ്രതിപക്ഷം അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചതുകൊണ്ട്, ഇനി മകളുടെ അഴിമതിയിൽ നിന്ന് മകളെ രക്ഷിക്കാൻ വേണ്ടി ഇനി ഒരു 82 ലക്ഷവും കൂടി ഖജനാവിൽ നിന്ന് പിണറായി വിജയൻ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇവിടെ ആരും, ഇവിടെ ഒരു കുഞ്ഞും ചോദിക്കാനുണ്ടാവില്ല എന്നുള്ള ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള വീടുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലും ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് ഇത്തരത്തിലൊരു പണം ചെലവഴിക്കൽ എന്നതാണ് ഏറ്റവും വലിയ അതിശയകരം. അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ടൂറും എല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇപ്പോൾ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് മിഷനിൽ ഒരു വീടിന് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ 82,50,000 രൂപ എന്ന് പറയുമ്പോൾ ലൈഫ് മിഷനിൽ എത്ര വീട് വെച്ച് പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇയാളുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് ഇയാളെടുത്ത് തറവാട്ട് സ്വത്ത് പോലെ ഉപയോഗിച്ച 82 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ 100 കണക്കിന് വീടുകൾ പാവപ്പെട്ടവർക്ക് ലൈഫ് മിഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാമായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഒരു കണക്ക് കണ്ടത് 32,000 കോടി രൂപയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശികയ്ക്കായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ 32,000 കോടി രൂപ ജീവനക്കാർക്ക് കുടിശ്ശികയായി കൊടുക്കാനുള്ളപ്പോൾ 100 കണക്കിന് വീടുകൾ ലൈഫ് മിഷൻ്റെ ഭാഗമായി വെച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ ഖജനാവിൽ നിന്ന് പണമെടുത്ത് അഴിമതിക്കാരിയായ തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാളൊക്കെ ഏറ്റവും നാണം കെട്ട നെറികെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്, കേരളത്തിലെ ക്രമസമാധാനം പരിപൂർണമായി തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ആ പന്തീരാങ്കാവിലെ സംഭവം, അതുപോലെ എത്രയോ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ 60 ഗുണ്ടകൾ വലിയ ഒരു പാർട്ടി നടത്തി. അതിലൊരു കൊലക്കേസിലെ പ്രതിയെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടതിനെ തുടർന്ന് 60 ഗുണ്ടകൾ മദ്യപാന പാർട്ടി നടത്തി. ആ നിലയിൽ കേരളത്തിലെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ തെല്ലെങ്കിലും ഉളുപ്പുള്ള ഒരു പൊതുപ്രവർത്തകന് ഭാര്യയെയും മക്കളെയും മക്കളുടെ ബന്ധുക്കളെയും ആരൊക്കെയാണ് പോയിരിക്കുന്നത്? പിണറായി വിജയൻ, അയാളുടെ ഭാര്യ, അയാളുടെ മകൾ, അയാളുടെ മരുമകൻ, അയാളുടെ കൊച്ചുമകൻ മാത്രമല്ല, അയാളുടെ മരുമകൻ്റെ 7 ബന്ധുക്കൾ ഇപ്പോൾ പോയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോൾ കിട്ടിയ പുതിയ വിവരം അനുസരിച്ച് അയാളുടെ മരുമകൻ്റെ അമ്മയും അച്ഛനും, ഏത് മുഹമ്മദ് റിയാസിൻ്റെ അമ്മയും അച്ഛനും, അതുപോലെ തന്നെ അയാളുടെ ഉമ്മയുടെ സഹോദരി, അതുപോലെ തന്നെ അയാളുടെ സഹോദരിയുടെ ഭർത്താവ്, ഇവരൊക്കെ ഉൾപ്പെടെ പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, എത്ര ഉളുപ്പില്ലാത്ത ലജ്ജയില്ലാത്ത ഒരു മനുഷ്യനാണ് ഇയാളെന്ന്. കാരണം ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരെന്നാണല്ലോ അവകാശപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരാൾക്ക് ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിൽ കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് വിദേശത്തേക്ക് പോകാൻ കഴിയുന്നത് എന്നുള്ളതും ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് അതിൻ്റെ 5ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. മോഡി സർക്കാരിനെതിരായി ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുന്നത് CPM ആണെന്നാണ് പറയുന്നത്. ആ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. MA ബേബി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്, വൃന്ദാക്കാരായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്, മണിക് സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, ഇവരെല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി 19 ദിവസത്തേക്ക് വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ എത്രയും ഗതികെട്ട ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. ഇവിടെ പ്രതിപക്ഷമില്ല ജനങ്ങളെ സംരക്ഷിക്കാൻ. BJP എന്ന് പറഞ്ഞ പാർട്ടി, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ പുഴുത്തുനാറി ഇയാളെ അധികാരത്തിൽ എങ്ങനെയെങ്കിലും നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് BJP. അപ്പോൾ കേരളത്തിലെ മൂന്ന് മുന്നണികളും ഒരേ സംവിധാനം എന്നുള്ള നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. കേരളത്തിലെ 3 മുന്നണികളും ഒരു ഭാഗത്തു നിന്ന് ജനങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറുവശത്ത് ഈ പറഞ്ഞതുപോലെ ഹാപ്പ്ലെസ് ആയിട്ടുള്ള, കാരണം വെച്ചാൽ ആരും സഹായിക്കാനില്ലാത്ത ജനങ്ങൾ, ഇത്തരത്തിലൊരു ധ്രുവീകരണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.